ഇറാനിനകത്ത് പ്രക്ഷോഭം തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെ കത്തിക്കാൻ തന്നെ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത വിധം സർവ്വ മേഖലയും ആക്രമിച്ച് കത്തിക്കുക എന്നുള്ളത് ഇറാൻ്റെ ലക്ഷ്യമായിരുന്നു എന്നുള്ളതും അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഇറാൻ ഈ പ്രക്ഷോഭത്തിനിടയിൽ ഒരുക്കിയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിന്നീട് ശാന്തമായതോടുകൂടിയാണ് ഇത് ഏറെക്കുറെ അവസാനിച്ചത്. കാര്യം പ്രക്ഷോഭം കനക്കും തോറും വലിയ രീതിയിലുള്ള ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ അത് കഠിനമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനത്തിന് ഇറാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, പ്രോക്സി വിഭാഗത്തെ സംഘം ചേർത്തുകൊണ്ട് ഒരേ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ അത് ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുക. അവിടെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വിവരം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാൽ ഈ ആക്രമണം ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇറാന് സാധിക്കും. ഹിസ്ബുള്ള ഗ്രൂപ്പ്, ഹൂത്തി വിമതർ, ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് മിലീഷ വിഭാഗം, സിറിയൻ മലീഷ്യകൾ, ഹമാസ് തുടങ്ങിയിരിക്കുന്ന എല്ലാ വിഭാഗത്തെയും ഒരേ സമയത്ത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ഉദ്ദേശിച്ചത്. നെഗേവ് മരുഭൂമി, ഗോലാൻ കുന്ന്, ഈ രണ്ട് മേഖലയിലും ഇസ്രായേലിന് എയർബേസ് ഉണ്ടായിരുന്നു. ഇതിനെ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വിഭാഗത്തെ അവർ ഏൽപ്പിച്ചു. അതോടൊപ്പം തന്നെ തെല്ലവീവ്, റമറ്റ് ഗാൻ, ഹൈഫ, ജെറുസലം മേഖല, കിന്നററ്റ്, ഷെഫ്ത് മേഖല, ഈ ഭാഗങ്ങളിലെല്ലാം മറ്റൊരു വിഭാഗത്തെ ഏൽപ്പിച്ചു. അങ്ങനെ വിഭാഗം തിരിച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നവർ, ക്രൂസ് മിസൈൽ ഉപയോഗിക്കുന്നത്, ഈ മറ്റുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഭാഗിച്ചുകൊണ്ട് തന്നെ സൈനികരെ പ്രത്യേകം മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രക്ഷോഭത്തെ അങ്ങനെ തന്നെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഘട്ടം ഘട്ടമായ രീതിയിൽ അവർ ഒതുങ്ങിക്കോളും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. സൈനികർക്ക് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശങ്ങളും ഡ്യൂട്ടികളും ഇതിൻ്റെ ഇടയിൽ തന്നെ നൽകിയിരിക്കുന്നു. ലക്ഷ്യം ഇസ്രായേൽ ആയിരിക്കണം. അമേരിക്ക ആക്രമിച്ചാലും തിരിച്ചടിക്കേണ്ടത് ഇസ്രായേലിന് നേരെ എന്നുള്ളതായിരുന്നു ഇറാൻ്റെ നിലപാട്. ബാലിസ്റ്റിക് മിസൈൽ, ക്രൂസ് മിസൈൽ, ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന സൈനിക വിഭാഗത്തെ അതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പ്രത്യേകമായ രീതിയിൽ ഈ ഇറാൻ്റെ സൈന്യാധിപനായിരിക്കുന്ന അല്ലെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുടെ പ്രത്യേക നിർദ്ദേശം ആവശ്യമില്ലെന്നും യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ സൈനികർക്ക് നേരിട്ട് കൊണ്ട് ഈ നടപടിയിലേക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടപടിയെടുക്കാം എന്നും അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇസ്ഫഹാൻ, തെഹ്റാൻ ഇവിടങ്ങളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഇസ്ഫഹാനും തെഹ്റാനും എന്നുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന ഇറാൻ്റെ നഗര ഭാഗങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. എന്നാൽ ഈ തെഹ്റാൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം പ്രക്ഷോഭകാരികൾ ശക്തമായിരിക്കുന്ന ഈ ഇടപെടൽ നടത്തിയ സമയത്ത് ആ മേഖലയിലേക്ക് സൈനികരയക്കുകയും ആ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് അടിച്ചോടിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് വെടിവെപ്പ് നടന്നിട്ടുണ്ട്, മരണം നടന്നിട്ടുണ്ട്, അറസ്റ്റ് നടന്നിട്ടുണ്ട്. എന്നാലും ആ മേഖല ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് സൈനികർക്ക് സാധിച്ചു. ശക്തമായിരിക്കുന്ന ഒരു ഇടപെടൽ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി തന്ത്രപ്രധാനമായിരിക്കുന്ന അവസര സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഇസ്ഫഹാൻ എന്ന് പറയുന്ന മേഖലയും തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ മേഖലയാണ്. തെഹ്റാൻ്റെ തെക്ക് പടിഞ്ഞാറ് മേഖല എന്നാണ് അതിൽ പറയപ്പെടുന്നത്. ഈ മേഖല ഏറെക്കുറെ ശാന്തവും ഫ്രീ ആക്കാനും വേണ്ടിയിട്ട് സൈനികർക്ക് സാധിച്ചു. ഇവിടെ നിന്നായിരുന്നു ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഉദ്ദേശിച്ച് അഥവാ കത്തിക്കുക എന്ന പ്രയോഗം തന്നെയാണ് അവർ വീണ്ടും അത് ആവർത്തിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ ബെൻഗൂരിയൻ എയർപോർട്ട്, രാമൺ എയർപോർട്ട്, ഹൈഫ എയർപോർട്ട്, തന്ത്രപ്രധാനമായിരിക്കുന്ന അന്താരാഷ്ട്ര എയർപോർട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മൂന്നെണ്ണം. ബെൻഗൂരിയൻ, രാമൺ, ഹൈഫ എയർപോർട്ട്. ഈ എയർപോർട്ട് ഇവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇത് ബെൻഗൂരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2-ലധികം തവണ ഹൂത്തി വിമതർ ആക്രമണം നടത്തുകയും ഒന്ന് ഏറെക്കുറെ ഈ എയർപോർട്ടിൻ്റെ മധ്യഭാഗത്ത് വീഴുകയും വലിയ രീതിയിൽ തീപിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പിന്നെ തൊട്ടടുത്ത് അത് ഏകദേശം ഒരു 25 മീറ്റർ മാറിയിട്ടാണ് ഹൂത്തികളുടെ മിസൈൽ വീണത്. ആ വീണ ഭാഗം അങ്ങനെ തന്നെ ഏകദേശം ഒരു 25 മീറ്ററോളം താഴ്ചയിൽ കുഴിഞ്ഞു പോകുന്ന രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതിശക്തമായിരിക്കുന്ന മിസൈൽ തന്നെയാണ് അവർ തൊടുത്ത് വിട്ടത് എന്ന് അന്ന് തന്നെ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ സീപോർട്ടുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തുറമുഖ നഗരങ്ങളിൽ ഹൈഫ അതിൽ പെടുന്നുണ്ട്, അഷ്തോദ് പെടുന്നുണ്ട്, എയിലത്ത് പെടുന്നുണ്ട്, ജാഫ്ര, അഷ്കലോൺ, അദീദ, ഈ 5 സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണത്തിന് സാധ്യത. അതായത് സാമ്പത്തിക മേഖല എങ്ങനെയൊക്കെയാണോ
ഇസ്രായേൽ ഉണ്ടാകുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര മേഖല എന്ന് പറയുന്ന എയർപോർട്ട്, ആ മേഖല ആക്രമിക്കുകയും സൈനിക സംവിധാനങ്ങളും ഈ മൊസാദ് വിഭാഗത്തിൻ്റെ ഓഫീസിൽ ചേർന്നിട്ടുള്ള സമുച്ചയങ്ങൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഉദ്ദേശ ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. ഈ ഒരു വിപുലമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് നിലവിലെ സാഹചര്യം തന്നെ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ഒടിഞ്ഞിരിക്കണം. ആഭ്യന്തര പ്രശ്നം ഒരു ഭാഗത്തുണ്ട്, സാമ്പത്തിക പ്രശ്നം മറ്റൊരു ഭാഗത്തുണ്ട്, ലോകം മുഴുവൻ ഒറ്റപ്പെട്ട് എടുത്തിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഔദ്യോഗികപരമായ രീതിയിൽ ഇപ്പോൾ പരസ്യമായ രീതിയിലും സഹായിക്കുന്നത് അമേരിക്ക മാത്രമേ ഉള്ളൂ. ഈ മേഖല സർവ്വ മേഖലയിലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന ആഭ്യന്തര വിഷയമായി ആണെങ്കിലും രാജ്യത്തിൻ്റെ പുറത്തുള്ള വിഷയങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കാത്ത വിഷയമാണെങ്കിലും സർവ്വ മേഖലയിലും പ്രശ്നങ്ങളും വിഷയം നിലനിൽക്കുന്നു എന്നതിനാൽ വല്ലാതൊന്നും ഇടപെടാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളതും മറ്റു ലോക രാജ്യങ്ങൾ ആരും സഹായത്തിന് വേണ്ടി എത്തുന്നില്ല എന്നുള്ള ഒരു പ്രയാസം നിലവിൽ ഇസ്രായേൽ അനുഭവിക്കുകയാണ്. അവരിപ്പോൾ നടത്തുന്ന ഹൂങ്കുകളും പ്രവൃത്തികളുമെല്ലാം അമേരിക്കയെ കണ്ട് മാത്രമാണ്. എപ്പോഴാണോ അമേരിക്ക ഇവർക്കുള്ള സഹായം നൽകുന്നത് അതോടുകൂടി ഇസ്രായേൽ അവസാനിക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇസ്രായേൽ സഹായം നൽകുന്ന അമേരിക്ക നിർത്തില്ല എന്ന് അതിൻ്റെ മറ്റൊരു വശം. ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതി പഠിച്ചത് തന്നെയാണ് ഇറാൻ പറഞ്ഞത്. നമ്മളെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അല്ലെ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടി നൽകണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസിനെ ആക്രമിക്കുക എന്നുള്ള സ്വാഭാവികം നമുക്ക് സാധിക്കുന്നതാണ്, നമ്മൾ തെളിയിച്ചതാണ്. നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിൻ്റെ അടിമുടി തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ ഏകദേശം 35% മിസൈലിനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ആക്രമണത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞതും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അതൊരു മാറ്റി പറഞ്ഞതുമാണ്. ഞങ്ങൾ അങ്ങനെ ഒന്നും നശിപ്പിക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നില്ല. ഇറാൻ്റെ കൈവശത്തിൽ അതിനൂതനമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറുകയായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇതോടനുബന്ധിച്ച് തന്നെ പുരോഗമിക്കുകയാണ്. ഇറാൻ്റെ കൈവശത്തെ ആണവായുധം ഉണ്ടോ ഇല്ലേ എന്ന സംശയത്തിനപ്പുറം ഇല്ല എന്ന് തീർത്ത് പറയാൻ വേണ്ടി ഒരാൾക്ക് സാധിക്കാത്ത രീതിയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. എന്നാൽ ഉണ്ടെങ്കിൽ അവരിത് എവിടെ വെച്ചു എന്നുള്ളതാണ്. രണ്ട് അഭിപ്രായം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഇറാഖിൻ്റെയും ഇറാൻ്റെയും മരുഭൂ പ്രദേശത്തേക്ക് രണ്ട് രാജ്യത്തിനും അവകാശപ്പെടാത്ത ഏകദേശം 15 കിലോമീറ്ററിലധികം ചുറ്റളവുള്ള ഒരു വലിയ പ്രദേശം ഇറാൻ്റെയും ഇറാഖിൻ്റെയും അതിർത്തിയിലുണ്ട്. ആ മേഖലയിൽ എവിടെയോ വെക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ചായിരിക്കുന്ന സെക്യൂരിറ്റി സംവിധാനങ്ങളൊന്നുമില്ല, പക്ഷേ വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടി ഭൂമി തുറന്നുകൊണ്ട് തന്നെയാണ് ഇത് സൂക്ഷിക്കപ്പെട്ടത് എന്ന് പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇവരുടെ ആണവായുധങ്ങളെല്ലാം ഈ റഷ്യയുടെ കൈവശത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായിരുന്നാലും അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ അത് ഇസ്രായേൽ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂപടത്തിൽ നിന്ന് നീക്കപ്പെട്ടു പോകും എന്ന് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ ആവർത്തനം ഇപ്പോഴും ഇറാൻ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അറിയാമെന്നുള്ളതാണ്. ലെബനാനെ പോലെയുള്ള ഒരു രാജ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാനെ ഇസ്രായേൽ കണ്ടത്. അതിനനുസരിച്ചിട്ടാണ് അവരന്ന് ആക്രമണം നടത്തുകയും ചെയ്തത്. തിരിച്ചടിയിൽ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രതിസന്ധിയും ഇത്രയേറെ വിഷയങ്ങളും 31 പ്രവിശ്യയിലും രൂക്ഷമായിരിക്കുന്ന സമര കാര്യങ്ങളെല്ലാം നടന്നിട്ടും അതിൽ നേരിട്ട് ഇടപെടാനുള്ള ധൈര്യക്കുറവ് അമേരിക്കയ്ക്കും ഇസ്രായേലും ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അവരേത് തരത്തിലാണ് തിരിച്ചടിക്കുക, അവരുടെ പ്രയോഗങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ആ ഒരു ഭയപ്പാടും ആ ഒരു പ്രയാസം ഇപ്പോഴും നിലവിലുണ്ട്. ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയിലൊക്കെ വൻ സുരക്ഷ, ആഭ്യന്തര സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായ രീതിയിൽ പ്രധാനമന്ത്രി റിസ്ക് എടുത്തുകൊണ്ട് ആ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക തകരാറ്, അതായത് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ മേഖലയായിട്ടായിരുന്നു ഇസ്രായേലിനെ കണ്ടത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു ടൂറിസ്റ്റുകാരും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് വരാറില്ല. ഏറെക്കുറെ രാജ്യം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ്. അവരുടെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു, ടൂറിസം വരുമാനം നിന്നു, പെട്രോളിന് കയറ്റിയേക്കുന്നതും തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വിഷയം നിന്നും മറ്റ് രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏതെങ്കിലും വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതും പ്രതിസന്ധിയിലാണ്. കാരണം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയുന്നത് യമനും അമേരിക്കയും തമ്മിലുള്ള വിഷയം മാത്രമാണ്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് എന്തെങ്കിലും കടത്തുകൾ നടത്തുന്നുണ്ടെങ്കിലും അതിൽ തീർച്ചയായിട്ടും തങ്ങൾ ഇടപെടുമെന്ന് ഹൂത്തികൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് വലിയ ഭയപ്പാടുണ്ട്.
അതുകൊണ്ട് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കുന്ന ഒത്തിയുടെ നിയന്ത്രണത്തിലാണ് എന്നത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രയാസം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും അവർ ഇസ്രായേൽ വലിയ ഭയപ്പാടിലും വലിയ പേടിയിലാണെന്നുള്ളതും ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.